Control value or accessor, an interface that acts as a bridge between Angular Forms API and a negative elements in DOM. അതായത് നമ്മുടെ ഡോമിനകത്ത് ഏതൊരു എലമെന്റിനെയും നമുക്ക് ഫോം പോലെ ബിഹേവ് ചെയ്യിപ്പിക്കാൻ പറ്റുന്ന ഒരു പ്രോസസ്സാണ് ഈ കൺട്രോൾ വാല്യൂ ആക്സസർ എന്ന് പറയുന്നത്. കൺട്രോൾ വാല്യൂ ആക്സസർ 4 ഫംഗ്ഷൻ ഇംപ്ലിമെന്റ് ചെയ്യുന്നു. റൈറ്റ് വാല്യൂ, അതായത് പേരന്റ് എലമെന്റിന് ഫോമിലേക്ക് എന്തെങ്കിലും എഴുതണമെന്നുണ്ടെങ്കിൽ റൈറ്റ് വാല്യൂ വിളിച്ചാൽ മതി. രജിസ്റ്റർ ഓൺ ചേഞ്ച് മീൻസ് നമുക്കൊരു ചൈൽഡ് എലമെന്റ്, അതായത് നമ്മുടെ ഈ നേറ്റീവ് എലമെന്റിനെ ഫോമായിട്ട് നമ്മൾ കൺവേർട്ട് ചെയ്ത നേറ്റീവ് എലമെന്റിന് അതിന്റെ പേരന്റ് എലമെന്റിനോട്ട് എന്തെങ്കിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ രജിസ്റ്റർ ഓൺ ചേഞ്ച് വെച്ചിട്ടാണ് നടക്കുന്നത്. രജിസ്റ്റർ ഓൺ ടച്ച് മീൻസ് ആ വാല്യൂ എപ്പോഴേലും മാറുവാണെന്നുണ്ടെങ്കിൽ അതിനെ ടച്ച് അല്ലെങ്കിൽ ഈസ് പ്രിസ്റ്റൈൻ എന്ന് പറയുന്ന വാല്യൂസ് മാറ്റണമെന്നുണ്ടെങ്കിൽ രജിസ്റ്റർ ഓൺ ടച്ച് എന്ന് പറയുന്ന ഫംഗ്ഷൻ നമ്മൾ വിളിക്കണം. പിന്നെ അത് ഓൾറെഡി കസ്റ്റം ഇൻപുട്ട് എലമെന്റ് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു കമ്പോണന്റ് എഴുതി വെച്ചിട്ടുണ്ട്. സോറി, കൺട്രോൾ വാല്യൂ ആക്സസർ ഇംപ്ലിമെന്റ് ചെയ്യും. അതുകൂടാതെ പ്രൊവൈഡറിനകത്ത് നമ്മൾ ng വാല്യൂ ആക്സസർ പ്രൊവൈഡ് ചെയ്യണം. ഫോർവേഡ് റെഫറൻസ് ആയിട്ട് നമ്മൾ കസ്റ്റം ഇൻപുട്ട് കൊടുക്കുകയും ചെയ്യണം. ഇനി നല്ലൊരു ക്വിക്ക് ഫിക്സ് ആയിട്ട് ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ നമുക്കറിയാം ആ 4 ഫംഗ്ഷനും ഓട്ടോമാറ്റിക്കലി ഇംപ്ലിമെന്റ് ആയിട്ട് വരും. ഈ ത്രോ ന്യൂ എന്നുള്ളത് ഞാൻ കമന്റ് ഔട്ട് ചെയ്യണം. എന്നിട്ട് ഇവിടെ ഒരു വാല്യൂ എന്നൊരു ഫംഗ്ഷൻ എഴുതുകയാണ്, പബ്ലിക് വാല്യൂ. ഇനിഷ്യൽ വാല്യൂ എന്ന് പറയുന്നത് 0 ആണ്. Let it be a text element. ഇനിഷ്യൽ വാല്യൂ എന്ന് പറയുന്നത് empty string ആണ്. ഈ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് any എന്ന് പറയുന്നതിന് പകരം നമുക്ക് string ആയിട്ട് എഴുതാൻ പറ്റും. this dot value, അതായത് പേരന്റ് എലമെന്റിൽ നിന്നും എന്ത് വാല്യൂ ആണോ പാസ് ചെയ്യുന്നത് അത് ഈ വാല്യൂലോട്ട് നമ്മൾ സ്റ്റോർ ചെയ്യണം. ഇനി ഓൺ ചേഞ്ച് എന്ന് പറയുന്നതും ഓൺ ടച്ച് എന്ന് പറയുന്നതും അക്സെപ്റ്റ് ചെയ്യുന്നത് ഫങ്ഷൻസ് ആണ്. This dot on change is equal to fn. This dot on touched equal to fn. എന്നിട്ട് ഞാനിവിടെ എഴുതാൻ പോകുന്നത്, ഇവിടെ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഫോം കൺട്രോൾ ആണ് ആദ്യം ഉദ്ദേശിച്ചത്. പക്ഷെ ഇപ്പൊ ഞാൻ ഫോം കൺട്രോൾ എഴുതുന്നില്ല. ജസ്റ്റ് നോർമൽ ആയിട്ടുള്ള ഒരു ഇൻപുട്ട് ടെക്സ്റ്റ് ആണ്. ആ ഇൻപുട്ട് ടെക്സ്റ്റിനകത്തെ വാല്യൂ ഓൺ ചേഞ്ച് ചെയ്യുമ്പോൾ നമ്മൾ ഓൺ ചേഞ്ച് ഓഫ് ഒരു വാല്യൂ ചേഞ്ച് ഫംഗ്ഷൻ വിളിക്കുകയാണ്. Value change of $of event. Router event അല്ല, ഇനി എന്നിട്ട് നമ്മൾ തൽക്കാലത്തേക്ക് കൺസോൾ ലോഗ് ചെയ്ത് നോക്കാം. log of $of event. അതിന്റെ റെഫറൻസ് എന്താണെന്നുള്ളത് ആക്ച്വലി മറന്നുപോയി. എന്നിട്ട് നമ്മൾ ചേഞ്ച് ചെയ്യാൻ പോകുന്ന ആപ്പ്
ആപ്പ് കസ്റ്റം ഇൻപുട്ട് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അതിന് നമ്മുടെ ചൈൽഡ് ഇൻപുട്ടിനകത്ത് വന്നിട്ട് ഈ ഡെവിനകത്ത് ഞാനിവിടെ ഓൾറെഡി നമ്മുടെ ഫംഗ്ഷനകത്ത് ഡിഫൈൻ ചെയ്ത് ചൈൽഡ് എലമെന്റിന്റെ ഫംഗ്ഷനകത്ത് ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു കസ്റ്റം ഇൻപുട്ട് എലമെന്റ്. അതിന് ഹലോ ചൈൽഡ് എന്നൊരു വാല്യൂ കൊടുത്തിട്ടുണ്ട്. ഇവിടെ വന്നിട്ട് ഫോം കൺട്രോൾ നെയിം ഈക്വൽ ടു ആ വാല്യൂ കൊടുത്തു. ഇത്രയും ചെയ്തതിന് ശേഷം നമുക്ക് ഇതുവരെ ഉള്ള പ്രോഗ്രസ് അനലൈസ് ചെയ്യാം. ഇവിടെ ചൈൽഡ് അല്ല കസ്റ്റം ഇൻപുട്ടിനകത്ത് ഇത്തരം വാല്യൂസ് തൽക്കാലം റിമൂവ് ചെയ്യാം. ഞാനത് ഹലോ ആണ് അവിടെ വരുന്നത്. ഞാൻ ഹലോ എന്ന് പറഞ്ഞു കൊടുക്കുമ്പോഴത്തേക്കും കസ്റ്റം ചൈൽഡ് എലമെന്റിനകത്ത് ഹലോ ചൈൽഡ് ആണ് വരുന്നത്. കാരണം അവിടെ നമ്മൾ കൊടുത്തിരിക്കുന്ന വാല്യൂ ഹലോ ചൈൽഡ് ആണ്. ഈ വാല്യൂ ഞാൻ റിമൂവ് ചെയ്യാണ്. ഇവിടെ നമുക്കൊരു ng മോഡൽ ഇട്ട് കൊടുക്കേണ്ടി വരും. വളരെ സിമ്പിൾ, നമുക്ക് തന്നെ റിയാക്ടർ ഫോംസിൽ ചെയ്യാൻ പറ്റുക. അത് അടുത്ത സ്റ്റെപ്പിൽ അഡ്രസ് ഫോംസിൽ ഒരു കേസിൽ കാണിച്ചു തരാം. ഇവിടെ റിയാക്ടർ ഫോംസ് നമ്മൾ ng മോഡൽ യൂസ് ചെയ്യണമെങ്കിൽ നമ്മളുടെ ഫോംസ് മൊഡ്യൂൾ ഇമ്പോർട്ട് ചെയ്യണം. ഇവിടെ നമുക്ക് ഹലോ ചൈൽഡ് വന്നു. ഹലോ ചൈൽഡിലാണ് നമ്മുടെ പേരന്റ് എലമെന്റ് ആയിട്ടുള്ള ചൈൽഡ് കമ്പോണന്റിനകത്ത് നമ്മൾ ഫോം ഡിഫൈൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഹലോ ചൈൽഡ് എന്ന് പറഞ്ഞ വാല്യൂ ആയിരുന്നു കൊടുത്തിരുന്നത്. ആ സെയിം വാല്യൂ തന്നെയാണ് നമുക്ക് കസ്റ്റം ഇൻപുട്ടിനകത്ത് വന്നത്. അത് എങ്ങനെയാ വന്നതെന്ന് പറഞ്ഞാൽ കസ്റ്റം ഇൻപുട്ടിനകത്ത് റൈറ്റ് വാല്യൂ മതി. നമ്മുടെ പേരന്റ് എലമെന്റ് റൈറ്റ് വാല്യൂനെ വിളിക്കും. റൈറ്റ് വാല്യൂ ദിസ് ഡോട്ട് വാല്യൂ ഡോട്ട് ഈ ഓബ്ജക്റ്റിനെ സെറ്റ് ചെയ്യും. ഇനി നമുക്ക് ഈ വാല്യൂ മാറുമ്പോൾ ഉള്ള വാല്യൂസ് ആണ് വേണ്ടത്. ഈ ഹലോ ചൈൽഡ് ആണ്. ഈ ഹലോ ചൈൽഡ് mn എടുത്തു. ചേഞ്ച് ഓഫ് വാല്യൂ അടിക്കുന്നില്ലല്ലോ. കൺസോൾക്ക് വാല്യൂ ചേഞ്ചിന്റെ അവിടെ ഒരു ഡീബഗർ ഉണ്ടായിരുന്നു. ഈവന്റ് ഡോട്ട് കറന്റ് ടാർഗറ്റ് ഡോട്ട് ഒന്നുകൂടെ ഒന്ന് മനസ്സിലാക്കി കൊടുക്കാം. ഈവന്റ് ആണ്. $of event dot target dot value ആണല്ലോ. ഹലോ നമുക്ക് ആ വാല്യൂ അവിടെ കിട്ടി. ഇനി നമ്മൾ ചേഞ്ച് ചെയ്യാൻ പോകുന്നത് this dot on change of $of event dot target dot name dot value. ഇവിടെ വാല്യൂ അക്സെപ്റ്റ് ചെയ്യാത്തതുകൊണ്ട് നമ്മൾ വാല്യൂ ഡോട്ട് എനി കൊടുക്കണം അവിടെ. ഇനി നമുക്ക് ഇതൊന്നുകൂടെ റൺ ചെയ്ത് നോക്കാം. ഇവിടെ ഹലോ ചൈൽഡ് എന്ന് കൊടുക്കുമ്പോൾ ഹലോ ചൈൽഡ് എന്നും ഇവിടെയും ഹലോ ചൈൽഡ് എന്നും റിഫ്ലക്ട് ആവുന്നുണ്ട്. കാരണം register on change is a function through which the child element or the custom input component will interact with this parent element. അതിന്റെ parent എലമെന്റുമായിട്ട് interact ചെയ്യുന്നത് ഈ on change മെത്തേഡ് വഴിയാണ്. on change മെത്തേഡിൽ പാസ് ചെയ്യുന്ന വാല്യൂ ഇതൊരു ഫംഗ്ഷൻ ആണ്, കോൾ ബാക്ക് ഫംഗ്ഷൻ ആണ്. ഈ കോൾ ബാക്ക് ഫംഗ്ഷനകത്ത് നമ്മൾ പാസ് ചെയ്യുന്ന വാല്യൂ എന്താണ് ആ വാല്യൂ തന്നെയാണ് പേരന്റ് എലമെന്റിലേക്കും ചെന്ന് വീഴുന്നത്.
ഇനി ഓൺ ടച്ച്. വാല്യൂ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് എന്തായാലും അത് ടച്ച് ആവുമല്ലോ. അപ്പോൾ ദിസ് ഡോട്ട് ഓൺ ടച്ച്. ഇവിടെ നമ്മൾ വാല്യൂ ചേഞ്ച് ചെയ്യുന്നു, എം എടുക്കുന്നു, ടച്ച്ഡ് എന്നുള്ള വാല്യൂ ഇത് മാറും. അപ്പം നമുക്ക് ഇപ്പം കസ്റ്റം ഒരു ഇൻപുട്ട് എലിമെന്റ് ആയിട്ട് എങ്ങനെയാണ് കൺട്രോൾ വാല്യൂ ആക്സസർ വർക്ക് ചെയ്യുന്നതെന്ന് മനസ്സിലായി. ഇനി സെറ്റ് ഡിസേബിൾഡ് സെറ്റ് ഇനേബിൾഡ് എന്നൊരു ഫംഗ്ഷൻ കൂടെ ഉണ്ട്. അതും ഈ പറഞ്ഞതുപോലെ തന്നെ സെറ്റ് ഡിസേബിൾഡ് ഫംഗ്ഷൻ വിളിക്കുകയാണ്. നമ്മൾ അതിനെ സെറ്റ് ഡിസേബിൾഡ് ആക്കുകയാണെങ്കിൽ ഈ ഫംഗ്ഷൻ ഇവിടെ വിളിക്കും. ഇതൊക്കെ നമ്മൾ നെക്സ്റ്റ് ഫംഗ്ഷനിൽ നെക്സ്റ്റ് വീഡിയോയിൽ എടുക്കുന്നതായിരിക്കും. ഇത് ബേസിക്സ് ഓഫ് കൺട്രോൾ വാല്യൂ ആക്സസർ ആണ്. വളരെ സിമ്പിൾ ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇത് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് കമന്റ് ഓൺ ഇറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ഇറ്റ് ഫോർ ദ നെക്സ്റ്റ് വീഡിയോ.